പറവൂർ കെടാമംഗലം മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ വ്യാപകമായ വെള്ളക്കെട്ട്. രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ. ദേശീയപാത അതോറിറ്റി പ്രശ്ന പരിഹാരത്തിനായി ഇടപെടുന്നില്ല എന്ന പരാതി കൂടുതൽ ശക്തമാവുകയാണ്. നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക്. ഇതാണ് എൻ്റെ വീട്, നടക്കാനേ പറ്റണില്ല. കാര്യങ്ങളെ നമുക്ക് ഇപ്പം ഈ മഴയത്ത് തന്നെ ഞങ്ങളുടെ ആ സ്റ്റെപ്പ് മുങ്ങും, 2 സ്റ്റെപ്പ് ഞങ്ങളുടെ മുങ്ങും. പിന്നെ ബാക്കിൽ വെള്ളക്കെട്ടാണ്, നിറച്ച് വെള്ളമാണ്. ഇതാണ് കാന. ഈ കാനയിൽ നിന്ന് വെള്ളം മൊത്തം വീട്ടിലോട്ടാണ് വരുന്നത്. മൂടാൻ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്, പോവും. പക്ഷേ നടപടിയൊന്നും ഇതുവരെ ഇല്ല. എല്ലാം കൊല്ലം ഇതുപോലെ വെള്ളക്കെട്ടാണ്. കാരണം നമുക്ക് ഒഴുകി പോകാനായിട്ട് സ്പേസ് ഇല്ല. വിഷ്ണു പ്രകാശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിഷ്ണു, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലവിധ പരാതികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കേൾക്കുന്നതാണ്. ഈ കെടാമംഗലത്തെ പ്രതിസന്ധി എത്രത്തോളം വലുതാണ്? ദേശീയപാത നിർമ്മാണത്തിൽ അവിടെ എന്ത് അശാസ്ത്രീയതയാണ് നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്? അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്ന ഗൗരവതരമായി ഇടപെടൽ ഇതുവരെയും ഉണ്ടായില്ലേ? ഈ മഴ പെയ്ത് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടും അവിടുത്തെ ഇടപെടൽ അത് എങ്ങനെയാണ്? പ്രാദേശികമായി എന്തൊക്കെ പ്രതികരണങ്ങൾ കൂടുതലായി വരുന്നുണ്ട്? വലിയ പ്രശ്നത്തിലാണ് ഈ കെടാമംഗലം പ്രദേശത്തുള്ള, കൃത്യമായി പറഞ്ഞാൽ പറവൂർ നഗരസഭയിലെ 26-ാം വാർഡ് കഞ്ചാവ് പറമ്പ് എന്നാണ് ഈ ഒരു പ്രദേശത്തിന്റെ പേര്. അവിടുത്തെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. 20ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഇവർ കഴിഞ്ഞ, അതായത് കൃത്യമായി ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് മുതലാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വസ്ഥത നഷ്ടമാകുന്നത്. കാരണം മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ ഈ ദേശീയപാതയുടെ വഴി കടന്നു പോകുന്ന പാതയിലൂടെയുള്ള ആ ഒരു വെള്ളം ഈ സമീപത്തുള്ള സർവീസ് റോഡിനും തൊട്ട് ചേർന്നുള്ള പറമ്പുകളിലേക്കും വീടുകളിലേക്കും ഒക്കെ ഒഴുകിയെത്തും. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ, നമ്മൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആ ഒരു ചേച്ചി സംസാരിച്ച ആളുടെ വീടാണ്. അന്ന് ആ സമയത്ത് നമ്മൾ നിൽക്കുന്നതിലും അതിനുശേഷം ഒരു മഴ പെയ്തു. അതിനുശേഷം ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തൊക്കെ നോക്കിയാൽ ഒരു നടക്കല്ലിൻ്റെ നമ്മൾ കയറുന്ന സ്റ്റെപ്പിനോട് ആ ഒരു പരിസരം വരെ ഇപ്പോൾ വെള്ളം എത്തിയിട്ടുണ്ട്. ഇതിൽ ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ആ പ്രദേശത്ത് ദേശീയപാത കടന്നു പോകുന്ന ആ പാതയിൽ നിന്നും ഉള്ള വെള്ളമെല്ലാം അവർ കൃത്യമായി ദേശീയപാതയുടെ ഭാഗത്തുനിന്ന് ആ ദേശീയപാതയ്ക്ക് വേണ്ട ഡ്രെയിനേജ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഡ്രെയിനേജ് ഒരുക്കിയിരിക്കുന്നത്, ആ ഡ്രെയിനേജിൻ്റെ ഓവ് തുറന്നു വച്ചിരിക്കുന്നത് ഈ സമീപത്തുള്ള വീടുകളിലേക്കും ഈ പ്രദേശങ്ങളിലേക്കുമാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കാണുന്ന ആ ഒരു ഓവ്, അത് ഡ്രെയിനേജാണ്, ഡ്രെയിനേജിൻ്റെ ഓവാണ്. അത് മാത്രമല്ല ആ ഡ്രെയിനേജിൻ്റെ ഒരു ആഴം കണക്കിലെടുത്താൽ അതിലും താഴെ, ഒരു പക്ഷേ സാധാരണഗതിയിൽ ഡ്രെയിനേജ് കെട്ടുമ്പോൾ അത് നല്ല ആഴത്തിൽ കെട്ടണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരിസരവാസികളും ഇത് പറയുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം, അതേ സമതലമായിട്ടുള്ള ഒരു പ്രദേശം, ആ വീട്ടിലെ പറമ്പ് ഏത് നിലയിൽ നിൽക്കുന്നോ അതിനോട് ചേർന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ആ ഡ്രെയിനേജ് കടന്നു പോയിട്ടുള്ളത്. അത് മാത്രമല്ല, അപ്പോൾ ഈ ഡ്രെയിനേജിന് മുകളിൽ ഇട്ടിരിക്കുന്ന ഈ സ്ലാബിലെല്ലാം കാണാം. ഈ സ്ലാബിലൊക്കെ ഇവിടെ ചെറിയ ഓവുണ്ട്. ഈ വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴുകുമ്പോൾ ആ ഡ്രെയിനേജിലോട്ട് വീഴാനുള്ള ഓവുകളുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ മണ്ണ് വീണ് അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഇത് കുഴിച്ച് അത് ക്ലിയർ ചെയ്യാൻ പോലുമുള്ള സംവിധാനം ഇവർ ഏർപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് അല്പം പുറകിൽ അവർ ഒരു വാഹനമുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തന്നെ പണിക്കാരാണുള്ളത്. അവർ ഇതിപ്പോൾ ഡ്രില്ല് ചെയ്ത് ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മഴക്കാലത്തെ തുടർന്ന് ഈ വെള്ളമെല്ലാം കയറി വരുന്നതിന് ആളുകൾ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ അവർ വന്ന് ഡ്രില്ല് ചെയ്യുന്ന പ്രകാശ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ അതിന്റെ പ്രതിസന്ധിയുടെ ആഴമുണ്ട്. പ്രതികരണത്തിൽ എന്താണ് അവിടുത്തെ ബുദ്ധിമുട്ട് എന്നത് വ്യക്തമാകുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ ഇടപെടൽ ഇവിടെ മാത്രമല്ല പലയിടത്തും അനിവാര്യമാണ്. അക്കാര്യങ്ങളിൽ ഒരു മോണിറ്ററിംഗ് ഒക്കെ അത്യാവശ്യമായി വരികയാണ്.